all, welcome back to another session. ഇന്ന് നമ്മൾ വേറൊരു പ്രൊസീജിയറാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ തന്നെ ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന, അതായത് ന്യൂമോതൊറാക്സ് പോലുള്ള ഡിസീസ് കണ്ടീഷന് നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാനേജ്മെൻ്റ് ആണ് നമ്മൾ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്, ICD ഇൻസേർഷൻ. സോ ICD മീൻസ് എല്ലാവരും ICD എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഫുൾ ഫോം? ICD മീൻസ് ഇൻ്റർകോസ്റ്റൽ ഡ്രൈനേജ്. സോ ഹിയർ you can see. So just നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. A medical procedure where a tube is inserted between the ribs into the pleural space to drain air, fluid or blood. Okay, so a medical procedure where a tube is inserted between, എവിടെയാണ് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നത്? ഇൻ ബിറ്റ്വീൻ ദ റിബ് ടു ദ പ്ലൂറൽ സ്പേസ്. അതായത് പ്ലൂറൽ സ്പേസിലേക്ക് നമ്മളൊരു ട്യൂബ് ഇട്ടിട്ട് അവിടെ നിന്ന് ഡ്രെയിൻ ചെയ്യുവാണ്. എന്താ ഡ്രെയിൻ ചെയ്യുന്നത്? എയർ, ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബ്ലഡിനെ ഡ്രെയിൻ ചെയ്തെടുക്കുന്ന പ്രൊസീജിയറാണ് ഇൻ്റർകോസ്റ്റൽ ഡ്രൈനേജ് എന്ന് പറയുന്നത്. ഇത് സാധാരണയായി നമ്മൾ ചെയ്യുന്നത് ടു റിലീസ് സിംറ്റംസ് ലൈക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് and chest pain or tension due to pleural effusions, pneumothorax or hemothorax. Pneumothorax അതുപോലെ തന്നെ നമുക്ക് പെയിൻ, ചെസ്റ്റ് പെയിന്, പിന്നെ ഈ പ്ലൂറൽ എഫ്യൂഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ICD ഇൻസേർഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്ലൂറൽ സ്പേസിലേക്ക് നമ്മൾ ട്യൂബ് ഇട്ടിട്ട് ഡ്രൈൻ ചെയ്ത് ഫ്ലൂയിഡ് അല്ലെങ്കിൽ എയറിനെ എടുക്കുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ ICD എന്ന് പറയുന്നത്. ICD മീൻസ് ഇൻ്റർകോസ്റ്റൽ ഡ്രൈനേജ്. സോ നൗ ലെറ്റ്സ് സീ ദ ഇൻഡിക്കേഷൻസ് ഓഫ് intercostal drainage. First one, pneumothorax. As I already mentioned before that, എന്താണ് pneumothorax എന്നുള്ളത്? So it between collapse the lung due to air in the pleural space. പ്ലൂറൽ സ്പേസിൽ എയർ കൊളാപ്സ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് pneumothorax, which were discussed in the previous sessions. So pneumothorax, maybe it's spontaneous, traumatic or tension pneumothorax. നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ ന്യൂമോതൊറാക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചായിരുന്നു. അപ്പോൾ ന്യൂമോതൊറാക്സ് ഉള്ള പേഷ്യൻസിനാണ് നമ്മൾ ICD കൂടുതലും ഇടുന്നത്. അതുപോലെ തന്നെ പ്ലൂറൽ എഫ്യൂഷൻ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ പ്ലൂറൽ എഫ്യൂഷൻ എന്താണ്? അക്യുമുലേഷൻ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ പ്ലൂറൽ സ്പേസ്. സോ പ്ലൂറൽ എഫ്യൂഷനും നമ്മൾ ICD ഇടും. ഇല്ലെങ്കിൽ അത് കോംപ്ലിക്കേഷൻ ഉണ്ടാകും, ലൈക്ക് ഹാർട്ട് ഫെയിലിയർ, മാലിഗ്നൻസി, ഇൻഫെക്ഷൻ ആൻഡ് പാരാന്യൂമോണിക് എഫ്യൂഷൻസ്. അപ്പം നമ്മൾ പ്ലൂറൽ എഫ്യൂഷനിൽ ഇടും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ പോയിന്റുകൾ ഓർത്തിരിക്കുക, ഏതൊക്കെ ഡിസീസ് കണ്ടീഷനിലാണ് ICD ഇടുന്നത് എന്നുള്ളത്. അപ്പോൾ ന്യൂമോതൊറാക്സിലിടും, പ്ലൂറൽ എഫ്യൂഷനിലിടും. അടുത്ത ഹീമോതൊറാക്സ്. സോ വാട്ട് ഈസ് ഹീമോതൊറാക്സ്? ബ്ലഡ് അക്യുമുലേഷൻ ഇൻ ദ പ്ലൂറൽ സ്പേസ്. പ്ലൂറൽ സ്പേസിൽ ബ്ലഡ് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് ഹീമോതൊറാക്സ്. This is maybe due to any trauma, surgery or other causes. So next one is chylothorax. എന്താണ് chylothorax? അതായത് chyli accumulation in the pleura. ടിപ്പിക്കലി ഫ്രം ട്രോമ ഓർ എന്തെങ്കിലും ട്രോമാറ്റിക് ഡസ്റ്റ് ഇഞ്ചുറീസ് ഒക്കെ വരുമ്പോഴേക്കും, തൊറാക്സിക് ഡക്റ്റ് ഇഞ്ചുറി, അതുപോലെ തന്നെ ട്രോമയിലൊക്കെയാണ് നമുക്ക് കൈലോതൊറാക്സ് കാണുന്നത്. അതുപോലെ പോസ്റ്റ് സർജിക്കൽ ഡ്രൈനേജ് ആഫ്റ്റർ തൊറാക്സിക് സർജറി ടു പ്രിവെൻറ്റ് ഫ്ലൂയിഡ് ഓർ എയർ ബിൽഡപ്പ്. എന്തെങ്കിലും തൊറാക്സിക് സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പേഷ്യൻസിന് ICD ഇടാറുണ്ട്. അതെന്തിനാണ്? അക്യുമുലേറ്റ് ചെയ്യാതിരിക്കാനാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് indication for doing ICD. I hope it's clear. Now we are going to discuss about the procedure in very detail. ആദ്യം തന്നെ പ്രിപ്പറേഷൻ, എങ്ങനെയാണ് നമ്മൾ പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നത്? അതിൽ ഫസ്റ്റ് വണ്ണാണ് പൊസിഷനിങ്. ജനറലി സിറ്റിംഗ് അപ്രൈറ്റ് ഓർ സെമി റിക്കംബൻ വിത്ത് ആം ഓൺ ദി അഫക്റ്റഡ് സൈഡ് റൈസഡ് ടു എക്സ്പാൻഡ് ദ ഇൻ്റർകോസ്റ്റൽ സ്പേസ്. അതായത് ഇൻ്റർകോസ്റ്റൽ സ്പേസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള സെമി റിക്കംബൻ പൊസിഷനാണ് നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വി നീഡ് ടു ഫോളോ very sterile technique while doing this procedure. Local anesthesia is administered around the insertion site. Then നമ്മൾ സൈറ്റ് സെലക്ട് ചെയ്യുവാണ്. ടിപ്പിക്കലി ഇത് സൈറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എവിടെയാണ് ICD ഇടുന്നുള്ളത്. സോ ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ദ 4th or 5th ഇൻ്റർകോസ്റ്റൽ സ്പേസ്, anterior to the
മിഡ് ആക്സിലറി ലൈൻ ഫോർ ഫ്ലൂയിഡ് ഓർ എയർ ഡ്രൈനേജ്. അതായത് ടിപ്പിക്കലി ഇടുന്നത് 4th or 5th ഇൻ്റർകോസ്റ്റൽ സ്പേസിലാണ്. അത് ആൻറ്റീരിയർ മിഡ് ആക്സിലറി ലൈൻ ഫോർ ഫ്ലൂയിഡ് ഓർ എയർ ഡ്രൈനേജ്. അപ്പോൾ ആ നമ്മുടെ മിഡ് ആക്സിലറി ലൈൻ്റെ അവിടെ ആയിട്ടായിരിക്കും നമ്മൾ ICD ഇടുന്നത് 4th or 5th ഇൻ്റർകോസ്റ്റൽ സ്പേസിൽ. ഓക്കെ, സോ അതാണ് പേഷ്യൻ്റ് പൊസിഷനിങ്ങും പ്രിപ്പറേഷനും പിന്നെ നീഡിൽ ഇൻസെർഷൻ സൈറ്റും. Now we are going to see the incision. Small incision is made above the rib to avoid the neurovascular bundle. Neurovascular bundle avoid ചെയ്യാനായിട്ട് നമ്മൾ ഒരു സ്മോൾ ഇൻസിഷൻ ഇടും. അതിനുശേഷം ട്യൂബ് ഇൻസേർഷൻ ആണ്. ദ ഡ്രൈൻ ഈസ് ഇൻസേർട്ടഡ് ബിറ്റ്വീൻ ദ റിബ്സ് ഇൻ ടു ദ പ്ലൂറൽ സ്പേസ്. പ്ലൂറൽ സ്പേസിലേക്ക് നമ്മൾ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുകയാണ്. എയ്തർ അണ്ടർ ഡയറക്റ്റ് വിഷ്വലൈസേഷൻ ഓർ യൂസിങ് എ ട്രോക്കാർ. ഒരു ട്രോക്കാർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡയറക്റ്റ് വിഷ്വലൈസേഷൻ വഴി നമ്മൾ ട്യൂബ് നമ്മുടെ ഇൻ്റർകോസ്റ്റൽ സ്പേസിലോട്ട് ഇടുവാണ്. അതിനുശേഷം നമ്മൾ ഡ്രൈൻ സെക്യൂർ ചെയ്യും. എങ്ങനെയാണ്? ട്യൂബ് ഈസ് സെക്യൂർഡ് വിത്ത് സ്യൂച്ചേഴ്സ്. നമ്മൾ സ്യൂച്ചേഴ്സ് ഇടും ട്യൂബ് ഇട്ടതിന് ശേഷം, കണക്റ്റഡ് ടു എ ഡ്രൈനേജ് സിസ്റ്റം. എന്നിട്ട് നമ്മൾ ആ ട്യൂബ് ഒരു ഡ്രൈനേജ് സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്യും. ഇനി പോസ്റ്റ് പ്രൊസീജിയർ. അപ്പോൾ ഇത് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ സീൽ ഓർ സക്ഷൻ ആണ് കേട്ടോ. ഇനിയിപ്പോൾ പോസ്റ്റ് പ്രൊസീജിയർ ഇമേജിങ് ആണെങ്കിൽ ചെസ്റ്റ് എക്സ്റേ നമുക്ക് എടുത്ത് നോക്കാം. ചെസ്റ്റ് എക്സ്റേയിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ പ്ലേസ്മെൻറ്റ് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ ചെയ്തതിന് ശേഷം നമ്മൾ എക്സ്റേ എടുക്കണം. എക്സ്റേ എടുത്തിട്ട് കറക്റ്റായിട്ടാണോ നമ്മുടെ ട്യൂബ് ഇൻസേർഷൻ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നൗ വി ആർ ഗോയിങ് ടു സീ ദ ടൈപ്സ് ഓഫ് ഡ്രൈനേജ് സിസ്റ്റം. ആദ്യം വാട്ടർ സീൽ ഡ്രൈനേജ് ആണ്. അതെന്ന് പറഞ്ഞാൽ വൺ വേ വാൽവ് സിസ്റ്റം ദാറ്റ് പ്രിവെൻറ്റ് എയർ ഫ്രം റീ എൻറ്ററിങ് ദ പ്ലൂറൽ സ്പേസ്. ഒരു വൺ വേ വാൽവ് സിസ്റ്റമാണ്. ആ വൺ വേ വാൽവ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ എയറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്, റീ എൻറ്ററിങ്ങിന് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒബ്സർവിങ് ദ വാട്ടർ ലെവൽ ക്യാൻ ഹെൽപ്പ് ഡിറ്റക്ട് എയർ ലീക്ക് ഓർ മോണിറ്ററിങ് ഡ്രൈനേജ്. അതുപോലെ വാട്ടർ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ സക്ഷൻ ഡ്രൈനേജ് ആണ് അപ്ലൈഡ് വെൻ അഡീഷണൽ സക്ഷൻ ഈസ് നീഡഡ്. ലാർജ് ന്യൂമോതൊറാക്സോ പ്ലൂറൽ എഫ്യൂഷനോ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു അഡീഷണൽ സക്ഷൻ നീഡഡ് ആയിട്ട് വരും. അതുപോലെ അത് ഹെൽപ്പ് ചെയ്യും ഫ്ലൂയിഡിനെ എയറിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി വെറ്റ് വേഴ്സസ് ഡ്രൈ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയർസ് വാട്ടർ ഇൻ ദ ചാമ്പർ ടു മെയിൻറ്റെയിൻ ദ ഡിസൈർഡ് സക്ഷൻ പ്രഷർ. ഡിസൈർഡ് സക്ഷൻ പ്രഷർ മനസ്സിലാക്കാനായിട്ട് ചാമ്പറിൽ വാട്ടർ വേണം. അതുപോലെ ഡ്രൈ സെക്ഷനാണ് യൂസസ് എ മെക്കാനിക്കൽ വാൽവ് ടു പ്രൊവൈഡ് സെക്ഷൻ വിത്തൗട്ട് വാട്ടർ. വെള്ളമില്ലാതെ മെക്കാനിക്കൽ വാൽവ് വഴി പ്രൊവൈഡ് ചെയ്യുന്ന സെക്ഷൻ ആവാം. സോ ഇതൊക്കെയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് സെക്ഷൻ. ലൈക്ക് ഇനി പോസ്റ്റ് പ്രൊസീജിയർ കെയർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പേഷ്യൻറ്റിൻ്റെ മോണിറ്ററിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കണ്ടിന്യൂസ് മോണിറ്ററിങ് ആയിരിക്കണം പേഷ്യൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. റെസ്പിറേറ്ററി സ്റ്റാറ്റസ് അസസ് ചെയ്ത് തരും. അതായത് റേറ്റ്, റെസ്പിറേഷൻ റേറ്റ്, എന്തോരം എഫേർട്ട് എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം, അതായത് അവർ റെസ്പിറേഷന് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട്. അതുപോലെ തന്നെ ഓക്സിജൻ സാച്ചുറേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, അതും നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ റെഗുലർ ഇൻസ്പെക്ഷൻ ഓഫ് ദ ഡ്രൈനേജ് ട്യൂബ് ഫോർ സൈൻസ് ഓഫ് ബ്ലോക്കേജ് ഓർ ഡിസ്ലോഡ്ജ്മെൻറ്റ്. എന്തെങ്കിലും ഡിസ്കണക്ഷനോ അല്ലെങ്കിൽ ബ്ലോക്കേജോ ഉണ്ടോ എന്നുള്ളതിൻ്റെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. സോ കണ്ടിന്യൂസ് മോണിറ്ററിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം ഡ്രൈനേജ് ഔട്ട്പുട്ട് മെഷർ ആൻഡ് ഡോക്യുമെൻ്റ് ദ ടൈപ്പ്, എമൗണ്ട് ആൻഡ് കളർ ഓഫ് ദ ഡ്രൈനേജ്. ടൈപ്പ് നോക്കണം, എമൗണ്ട് നോക്കണം, കളർ നോക്കണം. അപ്പം എന്തെങ്കിലും സിറസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണോ, ബ്ലഡ് ആണോ, അതോ ഇനി പുർലൻ്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആണോ വരുന്നതെന്നുള്ളത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിരിക്കണം. അതുപോലെ സഡൻ ചേഞ്ചസ്, ഇൻക്രീസ്ഡ് വോളിയം ഓർ ചേഞ്ചസ് ഇൻ കളർ മേ റിക്വയർ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ. അതായത് എന്താണ്, ആ ഡ്രൈനേജിൽ വരുന്ന നമ്മുടെ ഡ്രെയിൻ ചെയ്തെടുക്കുന്ന ഫ്ലൂയിഡ്സിലുണ്ടാകുന്ന കളറിൻ്റെ മാറ്റം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ എമർജൻസി ആക്ഷൻസ് എടുക്കേണ്ടത്. സോ അതെപ്പോഴും മോണിറ്റർ ചെയ്യണം. ഇനി ചെസ്റ്റ് എക്സ്റേ, എൻഷ്യൂർ ഡ്രൈൻ ഈസ് പ്രോപ്പർലി പൊസിഷൻഡ് ആൻഡ് ഇവാലുവേറ്റ് ഫോർ എനി കോംപ്ലിക്കേഷൻ ലൈക്ക് റീ എക്സ്പാൻഷൻ ഓഫ് ദ ലെങ് ഓർ ഫർദർ ന്യൂമോതൊറാക്സ്. അതായത് ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കുന്നത് പ്രോപ്പർലി പൊസിഷൻ ആണോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ലെങ്ങിൻ്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ്, ന്യൂമോതൊറാക്സിൻ്റെ റീഅക്യുറൻസസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മൾ
ചെസ്റ്റ് എക്സ്റേ എടുക്കും. സോ ഇനി നമ്മൾ നോക്കുന്നത് കോംപ്ലിക്കേഷനാണ്. എന്തൊക്കെ കോംപ്ലിക്കേഷനാണ് ഇൻ്റർകോസ്റ്റൽ ഡ്രൈനേജ് കൊണ്ട് ഉണ്ടാവുന്നതെന്ന്. ആദ്യം തന്നെ ഇൻഫെക്ഷൻ. കാരണം സ്റ്റെറൈൽ ടെക്നിക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇൻഫെക്ഷൻ ഉണ്ടാകും. റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ അറ്റ് ദ ഇൻസെർഷൻ സൈറ്റ് ഓർ സെക്കൻഡറി ഇൻഫെക്ഷൻ ഈ ഫ്ലൂയിഡ് ഓർ എയർ ഈസ് റീറ്റൈൻഡ്. എയർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് റീറ്റൈൻ ചെയ്തോ അല്ലെങ്കിൽ ഇൻസെർഷൻ സൈറ്റിലോ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ട്യൂബ് ഡിസ്ലോഡ്ജ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. ഇഫ് ദ ട്യൂബ് ബിക്കം ഡിസ്പ്ലേസ് റീഇൻസെർഷൻ മേ ബി നെസസറി. ഡിസ്പ്ലേസ് ആയി പോവുകയാണെങ്കിൽ റീഇൻസെർഷൻ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ. അതാണ് ട്യൂബ് ഡിസ്ലോഡ്ജ്മെൻറ്റ്. ഇനി ബ്ലീഡിങ്, വസ്കുലർ ഇഞ്ചറി ഡ്യൂറിങ് ഇൻസെർഷൻ എസ്പെഷ്യലി ഇൻ ട്രോമ കേസസ്. അതായത് ട്രോമ ആയിട്ടൊക്കെയാണ് പേഷ്യൻ്റ് വരുന്നതെങ്കിൽ ഓഫ് കോഴ്സ് പേഷ്യൻ്റ് വിൽ ഹാവ് ബ്ലീഡിങ്. നെക്സ്റ്റ് ഓർഗൻ ഇഞ്ചുറി, അതായത് ഡാമേജ് ടു ദ ലങ്സ്, ഡയഫ്രം, സ്പ്ലീൻ, ലിവർ. അതായത് ഈ ട്രോമ പ്രൊസീജിയർ നമ്മൾ ട്രോമ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിന് ഓർഗൻ ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർഗൻ ഇഞ്ചുറീസ് ICDയിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി റീ എക്സ്പാൻഷൻ പൾമണറി എഡിമ, റാപ്പിഡ് റീ എക്സ്പാൻഷൻ ഓഫ് ദ ലങ് ക്യാൻ കോസ് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഇൻ ദ ആൽവിയോളൈ ലീഡിങ് ടു റെസ്പിറേറ്ററി ഡിസ്ട്രസ്. അതായത് വീണ്ടും ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്ത് അതുപോലെ തന്നെ ആൽവിയോളയിൽ അക്യുമുലേറ്റ് ചെയ്ത് പേഷ്യൻറ്റിന് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പേഷ്യൻ്റ് will have pain because chest pain and discomfort are common post procedure, especially if the drain irritates the pleura. പ്ലൂറേനെ നമ്മൾ ഡ്രൈൻ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റിന് ഓഫ് കോഴ്സ് പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പേഷ്യൻ്റ് ഇങ്ങനെ ചെസ്റ്റിൽ വേദനയുണ്ടെന്നൊക്കെ നമ്മളോട് പറയും നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത്. സോ ഇതൊക്കെയാണ് വേറെ കോംപ്ലിക്കേഷൻസ്. അപ്പം ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ICD എന്ന് പറയുന്ന പ്രൊസീജിയർ. കൂടുതലായും ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ് പോലെയുള്ള കണ്ടീഷനിൽ പേഷ്യൻറ്റിൻ്റെ ചെസ്റ്റിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന എക്സസീവായിട്ടുള്ള ഫ്ലൂയിഡിനെയും എയറിനെയും ഒക്കെ ഡ്രൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഇതിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. മോണിറ്ററിംഗ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഡീറ്റെയിൽ നോട്ട്, ഇത് റിലേറ്റഡ് ആയിട്ട് റീസെൻ്റ്ലി ചോദിച്ചിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. എല്ലാം റിവൈസ് ചെയ്യുക. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് അവർ റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മളിപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ഓൾമോസ്റ്റ് ഡിസീസ് കണ്ടീഷൻസ് എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം എല്ലാവരും നോട്ട്സും കാര്യങ്ങളുമൊക്കെ നോക്കി നന്നായിട്ട് പഠിക്കണം. ഇനി നമ്മൾ നെക്സ്റ്റ് സിസ്റ്റത്തിലേക്കായിരിക്കും പോകുന്നത്. അടുത്ത സിസ്റ്റം നമ്മൾ പോകാൻ പോകുന്നത് ന്യൂറോ വസ്കുലാർ സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ന്യൂറോ വസ്കുലാർ സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം. വിഷിങ് യു ഓൾ ദ വെരി ബെസ്റ്റ്.